പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാമ്പഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് മാമ്പഴം കൊണ്ടൊരു സ്പെഷ്യൽ ജ്യൂസ് ആയാലോ. അപ്പം നമ്മുടെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഇപ്പം ഞാൻ മാമ്പഴം ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് കഷ്ണം ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മാമ്പഴം ഒന്ന് ഞാൻ പീസ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര മാമ്പഴത്തിന് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഏലക്ക ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അടിക്കേണ്ട, കാരണം നല്ലപോലെ പഴുത്ത മാമ്പഴമാണല്ലേ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മാമ്പഴവും പഞ്ചസാരയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചിയ സീഡ്സ് ആണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ആക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ഒഴിക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴം കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഞാനിവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് സമയത്ത് കുടിക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.